കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം തിരുവല്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. മന്നം ഷുഗർ മില്ലിന്റെ ആസ്ഥാനം പന്തളത്താണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് മന്നം ഷുഗർ മില്ലിന്റെ ആസ്ഥാനം. ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽസ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിന്റെ ആസ്ഥാനം മണ്ണടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിന്റെ ആസ്ഥാനം. ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരുന്ന ജില്ലയാണ് പത്തനംതിട്ട. ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ആനക്കൂട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത്. ഗുരു നിത്യചൈതന്യയുടെ ജന്മസ്ഥലമാണ് വാകയാർ. ഗുരു നിത്യചൈതന്യയുടെ ജന്മസ്ഥലമാണ് വാകയാർ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ടയാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുംതിട്ട. ചെങ്ങറ ഭൂസമരം നടന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ചെങ്ങറ ഭൂസമരം നടന്നത്. കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമണ്ണാണ്. ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ. മഹാത്മാ ഖാദി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരാണ്. മഹാത്മാ ഖാദി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. മണിയാർ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന പ്രദേശത്താണ് കേരളത്തിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബാണ് തിരുവല്ലയിലെ മഞ്ഞാടിയിലുള്ളത്. തിരുവല്ലയിലെ മഞ്ഞാടി എന്ന പ്രദേശത്തുള്ളതാണ് കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരമൺ കൺവെൻഷൻ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് കോഴഞ്ചേരി. കോഴഞ്ചേരി എന്ന സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. നാഷണൽ ഫിഷ് സീഡ് ഫാം കവിയൂരാണ്. നാഷണൽ ഫിഷ് സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നത് കവിയൂരാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി. അത് സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ഇനി നമുക്ക് പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് 0-ലെത്തിയ ആദ്യ ജില്ല പത്തനംതിട്ടയാണ്. ആദ്യ പോളിയോ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തയാളാണ് KK നായർ. പത്തനംതിട്ട ജില്ലയുടെ ശില്പി അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തയാൾ എന്നിങ്ങനെ അറിയപ്പെടുന്നത് KK നായരാണ്. പടയണി എന്ന കലാരൂപം രൂപം കൊണ്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. പടയണി എന്ന കലാരൂപം രൂപം കൊണ്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ സമീപത്താണ്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ സമീപത്താണ്. പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാളാണ് എടത്വ പള്ളി പെരുന്നാൾ. പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാളാണ് എടത്വ പള്ളി പെരുന്നാൾ. ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ആദിവാസി ഭൂമിയുമായി ബന്ധപ്പെട്ട ചെങ്ങറ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ആനക്കൂടിന് പ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് കോന്നി. ആനക്കൂടിന് പ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിലെ സ്ഥലമാണ് കോന്നി. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ്. ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ്.